അന്ത്യകാല പ്രേഷിതർ, യേശുവിൻ്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറയില്ല കാന്തൻ വന്നിടുവാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രേഷിതർ ഈ ശുശ്രൂഷയുടെ 23-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ നാം എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 22 ദിനങ്ങൾ അനുഗ്രഹീതമായി പരിശുദ്ധാത്മാവ് വഴി നടത്തി. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഒത്തിരിയേറെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യത്തിലേക്ക് 10,000-ങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് കരം പിടിച്ചുയർത്തി. പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം ദൈവവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ 22 ദിനങ്ങൾ നമ്മൾ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഈ 23-ാം ദിനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും ഒന്നിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരുടെ ഗണത്തിലേക്ക് നാം എല്ലാവരും മുദ്ര ചെയ്യപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സൈന്യനിരയായി കർത്താവിനും സഭയ്ക്കുമായി കത്തിജ്വലിക്കുവാൻ സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. എൻ്റെ സഹോദരങ്ങളെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ കർത്താവിനോടും സഭയോടുമുള്ള സമർപ്പണത്തിലേക്ക് കടന്നു വരേണ്ട കൃപയുടെ നാളുകളാണിത്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന പ്രേക്ഷിത ഗണം അന്ത്യകാലത്തെ അപ്പോസ്തലന്മാർ, അവർ പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തരായ മക്കളാണ്. അവർ മേരി സുതരാണ്. അവരാണ് അന്ത്യകാല പ്രേക്ഷിതരെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. നിങ്ങളേവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോബിന്റെ പുസ്തകം 28-ാം അധ്യായം 28-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. വിവേകം. എത്ര മനോഹരമായ വചനമാണിത്. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, കർത്താവിനോടുള്ള സ്നേഹമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആരാണ് അന്ത്യകാല പ്രേക്ഷിതർ? ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുദ്രയുള്ളവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവരാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തരായ മക്കൾ. കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു,
എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. എന്റെ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാനത്തിന്റെ ആത്മാവിനെ, ജ്ഞാന ചൈതന്യം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്റെ കർത്താവ് എനിക്ക് നൽകിയെന്ന് തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സമയം കർത്താവിന്റെ ജ്ഞാനത്താൽ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നാം എല്ലാവരും നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിലേക്ക്, തൊഴിൽ മണ്ഡലങ്ങളിലേക്ക്, സഭ മുഴുവനിലും ജ്ഞാനത്തിന്റെ ആത്മാവ് കാട്ടുതീ പോലെ പടരുവാൻ ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയം. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഏതു നേരത്തും ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാൻ ഞങ്ങളേവരെയും അഭിഷേകം ചെയ്യണമേ. ഹോളി സ്പിരിറ്റ് anoint us. ഹൃദയം തുറന്നൊരു മനസ്സോടെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയം, ജ്ഞാനത്തിന്റെ ആത്മ വെളിപ്പെടുന്ന സമയം, ജ്ഞാന ചൈതന്യത്താൽ ആയിരങ്ങളെ സ്വർഗം പൂരിതമാക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. യേശു നാമം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധ റൂഹ കടന്നു വരട്ടെ, പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ സാന്നിധ്യം തീ പോലെ കത്തട്ടെ. ഹോളി സ്പിരിറ്റ്, ഇരു കരങ്ങളും ഉയർത്തി ജ്ഞാനത്തിന്റെ ആത്മാവേ നിറയണമേ, ജ്ഞാനത്തിന്റെ ആത്മാവേ വെളിപ്പെടണമേ, ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് വിളിച്ച ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ ഞങ്ങളെല്ലാം നിറയപ്പെടുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. കർത്താവിന്റെ ജ്ഞാനമേ ഞങ്ങളെ നയിക്കണമേ. ജീസസ്, ജീസസ്. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മൾ മുദ്രിതരാകുവാൻ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പ്രകാശിതരാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമ്മെ നിരന്തരം നയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാൻ. ഒന്നിച്ചു പാടി പ്രാർത്ഥിച്ച് യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ, കൃപതരണമേ, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യം നൽകണമേ. ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കണമേ, മക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ,
അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സഹോദരേ, സമയമടുത്തു. വേറെയില്ല കാന്തൻ കാലത്തിന്റെ അടയാളങ്ങളിലൂടെ സ്വർഗ്ഗം നമ്മോട് സംസാരിക്കുകയാണ്. ഇത് കൊയ്ത്തിനുള്ള സമയം, വീണ്ടെടുപ്പിനുള്ള സമയം. ധീരസാക്ഷികൾ അന്ത്യകാല കൊയ്ത്തിന് ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. ഇരു കരങ്ങളും ഉയർത്തൊരിക്കൽ കൂടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ, കർത്താവായ ദൈവമേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യത്താൽ ഞങ്ങളെല്ലാവരും മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ മുദ്ര ചെയ്യണമേ, കൂട്ടായ്മകളെ മുദ്ര ചെയ്യണമേ, മക്കളെ മുദ്ര ചെയ്യണമേ, തലമുറകളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവേ വരണമേ, ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. ജ്ഞാന ചൈതന്യത്താൽ ഞങ്ങളെല്ലാം പൂരിതരാകട്ടെ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കുന്ന, ബന്ധനങ്ങളെ തകർക്കുന്ന, പൈശാചികാധിപത്യങ്ങളെ തകർക്കുന്ന, നാരകീയ ശക്തികളെ നിർവീര്യമാക്കുന്ന, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ചിതറിക്കുന്ന കർത്താവിന്റെ ജ്ഞാനമേ ഞങ്ങളിൽ നിറയുക, നിറയുക, നിറയുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധമ്മ മാതാവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിരന്തരം നയിക്കപ്പെടുവാൻ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ ഞങ്ങളേവരും പൂരിതരാകുവാൻ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, പിതാവിന്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന്റെ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. നമുക്കൊരിക്കൽ കൂടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും അടിയർവ് വെച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മെല്ലാവരും മുദ്ര ചെയ്യപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകളെ, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ, ആകാശത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എഴുന്നള്ളി വരിക. എത്രയും എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സ്വൈര്യമേ, അലച്ചിലിൽ സ്വൈരമേ, എഴുന്നള്ളി വരിക. എഴുന്നള്ളി വരിക. എത്രയും എത്രയും ആനന്ദത്തോടു കൂടിയിരുന്ന, ആനന്ദത്തോടു കൂടിയായിരുന്ന പ്രകാശമേ, പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ, ഹൃദയങ്ങളെ നിറയ്ക്കുക, നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ, അങ്ങേ വെളിവ് കൂടാതെ, മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടുക, മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് നേർവഴിയല്ലാതെ പോയത് തിരിക്കുക, തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന, അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക്, വിശ്വാസികൾക്ക് അങ്ങേഴ് വിശുദ്ധ ദാനങ്ങൾ അങ്ങേഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക. നൽകുക. പുണ്യയോഗ്യതയും പുണ്യയോഗ്യതയും ഭാഗ്യമരണവും ഭാഗ്യമരണവും നിത്യാനന്ദവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് തരിക. ആമേൻ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്തിലേക്ക് നമ്മെല്ലാവരും കടന്നു വരുവാൻ
കർത്താവ് ഒരുക്കിയിരിക്കുന്ന 33 ദിനങ്ങളിലെ ശുശ്രൂഷയാണ് ഈ അന്ത്യകാല പ്രേക്ഷിതരുടെ 2ാം സീസൺ. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടാകും. ആരാണ് അന്ത്യകാല പ്രേക്ഷിതർ? അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുള്ളവരാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവർ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കളാണ്. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ പുസ്തകമാണ് യഥാർത്ഥ മരിയ ഭക്തി. ഈ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തരായ മക്കളെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ പൈശാചിക ശക്തികൾക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മറിയത്തിൻ്റെ വിശ്വസ്ത ദാസർക്കും മക്കൾക്കും എതിരായി നിശ്ചിത മർദ്ദനവും ചതിയും ഉഗ്രപീഡനങ്ങളും അവൻ പിശാചാണ്. അവൻ അഴിച്ചുവിടും. മേരി സുതരെ അടിപ്പെടുത്തുക വിഷമമാണെന്ന് അവൻ അറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ പൊന്നോമന മക്കളെ, അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കളെ കീഴ്പ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ സാധിക്കില്ലെന്ന് വളരെ വ്യക്തമായി പിശാചിന് അറിയാമെന്ന് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയുടെ കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ച വചനം, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രൊഫറ്റിക് വേർഡാണ്, പ്രവചനാത്മകമായ വചനമാണിത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം രൂപപ്പെടുത്തുന്ന അന്ത്യകാല പ്രേക്ഷിതരിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് വസിക്കും. കാരണം നമ്മുടെ അമ്മ ദൈവിക ജ്ഞാനത്തിൻ്റെ ആൾ രൂപമാണ്. പരിശുദ്ധ അമ്മ മാതാവ് ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. ഹല്ലേലൂയ. ആരെല്ലാം അമ്മയോട് ചേർന്ന് നിൽക്കുന്നുവോ, അമ്മയോടൊപ്പം വിശ്വാസയാത്ര നടത്തുന്നുവോ, അവർക്കെല്ലാം ഈ ജ്ഞാന ചൈതന്യം ലഭിക്കുമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കും. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33-ാം വചനം. ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ
ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ഈ അന്ത്യനാളുകളിൽ കർത്താവിന്റെ ജനം സ്വന്തമാക്കേണ്ട ശക്തമായ ആയുധമാണ് ജ്ഞാനം, ജ്ഞാനത്തിന്റെ ആത്മാവ്. നമ്മിലേക്ക് പകരപ്പെടേണ്ട അതിസ്വാഭാവിക കൃപയാണ് എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. യെശയ്യാ പ്രവചനം 11 അധ്യായം 9 വചനം വളരെ മനോഹരമായൊരു വചനമാണ്. എൻ്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അപ്പൊ അതിനെല്ലാവരും ശ്രദ്ധിച്ച്, അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ ഭൂമി മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എൻ്റെ സഹോദരങ്ങളെ, ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് തന്റെ പുത്രനായ യേശുവിന്റെ വീണ്ടും വരവനായി ലോകത്തെയും സഭയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ദിക്കുകളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചനങ്ങൾ തൻ്റെ മക്കളെ എന്തിനാണ് അമ്മ മാതാവ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്? കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിനായി പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവം സഭയെയും ഈ ലോകത്തെയും ഒരുക്കുകയാണ്. അവസാന നാളുകളിൽ ഭൂമി മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാല പ്രേക്ഷിതർ ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. ഈ നാളുകളിൽ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ട ഏറ്റവും ശക്തമായ ദൈവിക ആയുധമാണ് ജ്ഞാനം, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവിനെ. അന്ത്യനാളുകളിൽ കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ കർത്താവ് തെരഞ്ഞെടുത്തവരിലെല്ലാം ഈ ജ്ഞാന ചൈതന്യം വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഞാൻ യാക്കോബ് ശ്രീതി ലേഖനം 3 അധ്യായം 17 വചനത്തിൽ ജ്ഞാനത്തിന്റെ പ്രത്യേകത, ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധമാണ്, ജ്ഞാനം നിർമ്മലമാണ്. രണ്ടാമത് പറയുന്നു അത് സമാധാനപൂർണമാണ്. മൂന്നാമത് അത് വിനീതമാണ്. നാലാമത് വിധേയത്വമുള്ളതും. ജ്ഞാനം അത് വിധേയത്വമുള്ളതാണ്. അഞ്ചാമത് അവിടെ പഠിപ്പിക്കുകയാണ് ജ്ഞാനം കാരുണ്യം നിറഞ്ഞതാണ്. ആറാമത് സൽഫലങ്ങൾ നിറഞ്ഞതാണ്. ഏഴാമത് പറയുന്നു അത് അനിശ്ചിതമോ ആത്മാർത്ഥയില്ലാത്തതോ അല്ല. എത്ര മനോഹരമാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. ഈ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുവാനുള്ള അതിയായ ആഗ്രഹം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. ജ്ഞാനം ശുദ്ധമാണ്, സമാധാനപൂർണമാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ്, അത് കാരുണ്യത്തിന്റെ പൂർണ്ണതയാണ്. വീണ്ടും ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്, ജ്ഞാനത്തിന്റെ പുസ്തകം 6:12 എന്താണ് ജ്ഞാനത്തിന്റെ മറ്റൊരു സവിശേഷത? തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവർക്ക് ഒരു ആത്മീയ സൗന്ദര്യമുണ്ട്. അത് ബാഹ്യമായ ശരീരത്തിൻ്റെ വെറുമൊരു ജഡീകമായ സൗന്ദര്യമല്ല സഹോദരങ്ങളെ, ആത്മീയമായ സൗന്ദര്യം, ഒരു ആത്മീയമായ തേജസ് അവരിൽ പ്രതിഫലിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പരിശുദ്ധാത്മജ്ഞാനമുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനും അവരുമായി ഇടപഴകുവാനും പലപ്പോഴും ദൈവം എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ സമീപിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ദൈവ തേജസ്സിൻ്റെ ശോഭ
അവരുടെ മുഖത്ത് മാത്രമല്ല, അവരുടെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു വ്യാപനം പലപ്പോഴും വ്യക്തിപരമായി അനുഭവിക്കുവാൻ കർത്താവ് ഇടതന്നിട്ടുണ്ട്. ജ്ഞാനം തേജസ്സുറ്റതാണ്, അത് മങ്ങിപ്പോവുകയില്ല. അതിനെ മങ്ങിലേൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു വസ്തുവിനും കഴിയുകയില്ല. ഈ ലോകത്തിൽ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല, പിശാചിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത്, ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവിനെതിരെ പിശാചിനെ ജയമെടുക്കുവാൻ സാധിക്കില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ആ കൂട്ടായ്മകളെ, ആ കുടുംബങ്ങളെ, അപ്രകാരമുള്ള വ്യക്തികളെ നശിപ്പിക്കുവാനോ തകർക്കുവാനോ ഇല്ലാതാക്കുവാനോ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. എന്തുമാത്രം നമ്മൾ ആഗ്രഹിക്കണം. അന്ത്യകാല പ്രേക്ഷിതരുടെ ഒരു പ്രധാന ചൈതന്യമായ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിരന്തരം നമ്മൾ നയിക്കപ്പെടുവാൻ. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ എന്തിനാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്? അതിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയണം. അന്ത്യകാല പ്രേക്ഷിതരുടെ പ്രത്യേകത എന്താ? ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായി നാം മനസ്സിലാക്കണം, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അമ്മ മാതാവിൻ്റെ വിശ്വസ്തരായ മക്കളുടെ ഒരു വലിയ പ്രത്യേകതയാണിത്. പരിശുദ്ധ അമ്മ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവിക ആലോചനകൾ തിരിച്ചറിഞ്ഞവളായിരുന്നു നമ്മുടെ അമ്മ മാതാവ്. ആരെല്ലാം അമ്മയെ സ്നേഹിക്കുന്നുവോ, അമ്മയുടെ വിശ്വസ്തരായ മക്കളായി നമ്മൾ എണ്ണപ്പെടുന്നുവോ, അവരെല്ലാം കാലത്തിൻ്റെ സൂചനകൾ അറിയുന്നവരാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ലോകത്തിൻ്റെ വിജ്ഞാനം കൊണ്ട് സാധിക്കില്ല. കെമിസ്ട്രി പഠിച്ചത് കൊണ്ടോ, ബയോളജി അറിഞ്ഞത് കൊണ്ടോ, ഫിസിക്സ് ഒത്തിരി ഭംഗിയായി പഠിച്ചത് കൊണ്ടോ, ഈ ലോകത്തിന് വിവിധങ്ങളായ അറിവുകൾ സമ്പാദിച്ചതുകൊണ്ടോ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ, കാലത്തിൻ്റെ സൂചനകളിലൂടെ ദൈവം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ തിരിച്ചറിയുവാൻ എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. അതിന് ജ്ഞാനത്തിൻ്റെ ആത്മാവ് തന്നെ വേണം. പരിശുദ്ധാത്മാവ് വിഷ്ഡം നമുക്ക് വേണം. ഇതിനെക്കുറിച്ച് എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, ചമത്തായുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ, രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമെന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളുമുണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ശ്രദ്ധിക്കണമേ, ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഈ ലോകത്തിന്റെ മാറ്റങ്ങൾ, ഇന്ന് ലോകത്തിൽ എന്ത് സംഭവിച്ചു, ഇന്ന് ലോകത്തിലെ പല ദിക്കുകളിലും പലതും സംഭവിച്ചു. വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ കൃത്യമായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുക, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടല്ലോ, എന്നാൽ എന്തുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല? എൻ്റെ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയണമെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതരെ നമ്മിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് കുടികൊള്ളണം. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 9-ാം വചനത്തിൽ
കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. എന്തിനാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം? കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ. ഇതെന്താണ് കാലത്തിന് അടയാളങ്ങൾ? മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതൽ 36 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് വളരെ കൃത്യമായി ചില അടയാളങ്ങൾ തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര കൃത്യതയോടുകൂടിയാണ് ഈ അടയാളങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. അവസാന നാളുകളിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗമുണ്ടാകും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഭൗതികവാദവും സെക്കുലറിസവും റിലേറ്റീവിസവും എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത പല ഇസങ്ങളിലേക്ക് അനേകർ കടന്നുപോകും. സത്യവിശ്വാസം മനുഷ്യ ഹൃദയങ്ങളിൽ കെട്ടുപോകുന്നൊരു കാലം, വിശ്വാസരാഹിത്യത്തിൻ്റെ, വിശ്വാസത്യാഗത്തിൻ്റെ അരൂപി അനേകരെ പിടികൂടും. അത് സഭയെ തളർത്തിക്കളയും, അത് കുടുംബങ്ങളെ താറുമാറാക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ എല്ലാവിധ തകർച്ചകളുടെയും അടിസ്ഥാന കാരണം വിശ്വാസത്തിൻ്റെ തകർച്ചയാണ്. എവിടെ വിശ്വാസം ക്ഷയിക്കുന്നുവോ അവിടെ ആത്മീയമായ അധപതനമുണ്ടാകുന്നു, ധാർമ്മികമായ തകർച്ചയുണ്ടാകുന്നു. ശ്രദ്ധിക്കണമേ, വിശ്വാസത്യാഗം സംഭവിക്കുക. അനേകർ സത്യവിശ്വാസം വിട്ടുപേക്ഷിക്കും. നമ്മൾ കൃത്യമായത് കണ്ടുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന അനേക മനുഷ്യര്. എന്തിനാണ് വിശ്വാസം? എന്തിനാണ് ദൈവവചനം? എന്തിനാണ് പ്രാർത്ഥന? എന്തിനാ പരിശുദ്ധ കുദാശകൾ? ഇപ്രകാരം ചിന്തിക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. സഹോദരങ്ങളെ, എന്തുമാത്രം ആത്മീയ തകർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹം തണുത്തു പോകും. പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഉഗ്രമായ മതപീഡനങ്ങൾ ഉണ്ടാകും. കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശുവിൻ്റെ വചനത്തെ പ്രതി, സത്യവിശ്വാസത്തെ പ്രതി കർത്താവിൻ്റെ ദാസന്മാർ പീഡനമേൽക്കും. അനേകർ വധിക്കപ്പെടും. എന്തിനു പ്രതി? വിശ്വാസത്തെ പ്രതി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നൈജീരിയയിലും സുഡാനിലും അതുപോലെ തന്നെ ഉഗാണ്ടയിലും എന്നു വേണ്ട ലോകത്തിന് അനേകം ദിക്കുകളിൽ, നമ്മുടെ ഭാരതത്തിലും പല പല കലാപങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവ വിരുദ്ധത ലോകവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ വധിക്കും, അവർ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ അവർ ദ്വേഷിക്കും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. കള്ളപ്രവാചകന്മാരും അതുപോലെ തന്നെ വ്യാജ ക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടും. അവർ അനേകരെ വഴിതെറ്റിക്കും. തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായ പഠനങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, ഭീകര പ്രവർത്തനങ്ങൾ, ദൈവനിഷേധം. ഇന്ന് ലോകവ്യാപകമായി ദൈവനിഷേധം. എൻ്റെ സഹോദരങ്ങളെ, ഏകസത്യ ദൈവമായ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന എത്രയോ വ്യാജമായ പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള കർത്താവ് നൽകിയ ആ നിത്യമായ രക്ഷയെ നിഷേധിക്കുന്ന വിധത്തിലുള്ള വ്യാജ പ്രബോധനങ്ങൾ, പൈശാചികമായ പഠനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഇതെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ അടയാളങ്ങളെല്ലാം തിരിച്ചറിയാൻ
നമ്മിൽ ജ്ഞാനത്തിന്റെ ആത്മാവുണ്ടാകണം. വെളിപാട് 17:9 നമ്മളതാ കണ്ടത്. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവിന്റെ ജ്ഞാനം നമ്മിൽ വസിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മ ജ്ഞാനം നമ്മിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ, ഇത്തരം കെണികളിൽ നമ്മൾ പെട്ടുപോയി നമ്മുടെ ആത്മാവിൻ്റെ നാശം സംഭവിക്കാൻ, നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം അത്രമാത്രം ചതിക്കുഴികളാണ് ഈ നാളുകളിൽ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടുമാറുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ പ്രബലപ്പെടുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ കെണികളിൽ പെട്ടുപോകാതെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിരന്തരം നയിക്കപ്പെടണം. അന്ത്യകാല പ്രേക്ഷിതരുടെ ഒരു പ്രധാന ചൈതന്യമാണ് ജ്ഞാനത്തിൻ്റെ അരൂപി. ജ്ഞാനത്തിൻ്റെ ഇത് തന്നെ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിൽ അവിടെ എന്താ പറയുന്നത്? വെളിപാട് പുസ്തകം 13-ാം അധ്യായം 13-ാം അധ്യായം അവിടെ 18-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ, സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ കുടുംബങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ മക്കളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ സമൂഹങ്ങളെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ മുന്നറിയിപ്പുകൾ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടാകണമെന്ന് കർത്താവിന്റെ നിർമ്മലമായ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ? ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി സഹോദരങ്ങളെ ഈ നാളുകളിൽ നിർമ്മലരായി വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ജ്ഞാനത്തിന്റെ ആത്മാവുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും, കൃപയിൽ വീണുപോകും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ ഈ മർമ്മം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം ലോകത്തിൽ കാണുമ്പോൾ, സഭയിൽ കാണുമ്പോൾ എന്ത് സംഭവിക്കും? അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, അവർ അവരെ നിർമ്മലനാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർക്ക് അനുതാപമോ മാനസാന്തരമോ വിശുദ്ധ ജീവിതമോ വിശ്വസ്തതയുണ്ടാവുകയില്ല. അനേകർ പറയും, ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ നാച്ചുറലാണ്, നമ്മളിതൊന്നും സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല, നമ്മളിതിന് പുറകെയൊന്നും പോകേണ്ട കാര്യമില്ല. ഈ അടയാളങ്ങളും ലോകത്തിൽ നടമാടുന്ന ഈ പാപമേച്ഛതകളും ദൈവനിഷേധവും ഇതൊക്കെ ഈ മോഡേൺ കാലഘട്ടത്തിൻ്റെ ചില പ്രൊഡക്റ്റുകളാണ്. നമ്മൾ എന്തിനാ ഇതൊക്കെ ഗൗരവമായി കാണുന്നത്? അവർ ലാഘവമായി നിസ്സാരമായി കണ്ട് അവർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അനുതപിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ നിർമ്മലീകരിച്ച് അത് കർത്താവിനായി സമർപ്പിക്കുവാൻ അവർ തയ്യാറാവുകയില്ല. എന്നാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവുള്ളവരെ, അന്ത്യകാല പ്രേക്ഷിതരുടെ മുദ്രയും ചൈതന്യമുള്ളവരെ അവരെന്ത് ചെയ്യും? അവർ അത് ഗ്രഹിക്കും. ജ്ഞാനികൾ ഗ്രഹിക്കും.
ഈ അടയാളങ്ങൾ ആരാണ് ഗ്രഹിക്കുന്നത്? പറഞ്ഞേ, ആരാ ഗ്രഹിക്കുന്നത്? ജ്ഞാനികൾ. പോരാ, അല്പം ഉച്ചത്തിൽ പറഞ്ഞേ. ഈ അടയാളങ്ങൾ ആരാ ഗ്രഹിക്കുന്നത്, തിരിച്ചറിയുന്നത്? ജ്ഞാനികൾ. ജ്ഞാനികളാണ്. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു, നിർമ്മലരാക്കുന്നു, ശുദ്ധീകരിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പാടിയത്. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി. ജീവിതം ക്രമപ്പെടുത്തുന്നു. ദൈവവചന പ്രകാരം കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങളെ ആദരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ. അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ആമേൻ. ഒന്ന്, നമ്മുടെ സ്വന്തം ആത്മരക്ഷ. രണ്ട്, മറ്റുള്ളവരുടെ ആത്മരക്ഷ. എന്റെ സഹോദരങ്ങളെ, ജ്ഞാനമുള്ളവർക്ക് ഈ മർമ്മം മനസ്സിലാവുകയുള്ളൂ. ആമേൻ. ഈ ദൈവിക രഹസ്യം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമുള്ളവർക്ക് സാധിക്കൂ എന്ന് ദാനിയേൽ പ്രവചനം 12:10 പഠിപ്പിക്കുകയാണ്. എത്ര അർത്ഥവത്താണ് ദൈവത്തിന്റെ വചനം. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണ്? സാത്താന്റെ വഞ്ചനകളെ മനസ്സിലാക്കാൻ. സാത്താന്റെ ചതിയെ, പിശാചിന്റെ ചതികളെ മനസ്സിലാക്കാൻ ലോകത്തിന് അറിവ് കൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല. ജ്ഞാനത്തിന്റെ ആത്മാവുണ്ടാകണം. എന്തുകൊണ്ടാണ് പല വിധത്തിലും പല രീതിയിലും കർത്താവായ യേശുവിനെ പ്രലോഭിപ്പിച്ച് രക്ഷാകര പദ്ധതിയിൽ നിന്ന് ഈശോയെ അകറ്റിക്കളയുവാൻ പിശാച് പല പ്രലോഭനങ്ങളുമായി വന്നു? എന്നാൽ ഈ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദൈവപിതാവിനോട് ചേർന്ന് നിന്ന് രക്ഷാകര പദ്ധതി നമ്മുടെ കർത്താവ് പൂർത്തീകരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? യെശയ്യാ പ്രവചനം 11:2 കണ്ടു. ജ്ഞാനത്തിന്റെ ആത്മാവ് അവനിൽ ആവസിക്കും. നമ്മുടെ കർത്താവായ യേശു ജ്ഞാനത്തിന്റെ ആത്മാവിൽ പൂർണ്ണനായിരുന്നു. കർത്താവ് സംസാരിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ പ്രലോഭിപ്പിച്ച് കീഴ്പ്പെടുത്തുവാൻ പിശാചിന് ഒരിക്കലും കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാല പ്രേക്ഷിതരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഈ അതിസ്വാഭാവിക കൃപയാണ് സ്വന്തമാക്കേണ്ടത്. ശ്രദ്ധിക്കണമേ, എല്ലാവരും ശ്രദ്ധിക്കണമേ. ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു, വെളിപാട് 12:12 കാലഘട്ടമാണ്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ, പല പാപക്കെണികളിലും പെടുത്തി പാപമ്ലേച്ഛതകൾ ചെയ്യിപ്പിച്ച്, സഹോദരങ്ങളെ, നമ്മിൽ പകരപ്പെട്ട അഭിഷേകത്തെ ഇല്ലാതാക്കുവാൻ, കൃപാവരങ്ങളെ ദുർബലമാക്കുവാൻ പിശാച് അരിശം കൊണ്ടിറങ്ങിയിരിക്കുന്ന ഒരു കാലം. കൃപയിൽ വീഴ്ത്തിക്കളയാൻ, സമർപ്പണത്തെ കെടുത്തിക്കളയാൻ. വെളിപാട് പുസ്തകം 12:9 കൃത്യമായി ചതിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന ആ വലിയ സർപ്പം, ആ പുരാതന സർപ്പം ആരാ? സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്താണ് അവന്റെ പ്രത്യേകത? സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാണ് അവൻ. പിശാചിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ചതിക്കുന്നതാണ്, വഞ്ചിക്കുന്നതാണ്. അവനിൽ സ്നേഹമില്ല. സഹോദരങ്ങളെ,
അവൻ മുഴുവൻ കപടത നിറഞ്ഞവനാണ്, ചതിയും വഞ്ചനയുമാണ്. അവൻ എങ്ങനെയാണ് ദൈവജനത്തെ വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്? വെളിപാട് പുസ്തകം 12:15 മനോഹരമായൊരു വചനം ശ്രദ്ധിക്കണമേ. സ്ത്രീ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ശ്രദ്ധിച്ച്, പിശാച് വാ തുറന്ന് ഒരു പ്രളയം പോലെ ഒരു നദി ഇങ്ങനെ ഒഴുക്കി വിടുക. ഈ നദി, ഇത് പരദൂഷണത്തിന്റെ നദിയാണ്. ഇത് കള്ളം, നുണയുടെ നദിയാ. ഒരു പ്രളയം പോലെ ഈ നദി വായിൽ നിന്ന് ഒഴുക്കുകയാണ് പിശാച്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി നുണ പറയാ. കർത്താവിന്റെ സഭയെക്കുറിച്ച്, കർത്താവിന്റെ വചനത്തെക്കുറിച്ച്, കർത്താവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർത്താവ് നേടിത്തന്ന നിത്യരക്ഷയെക്കുറിച്ച്, കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ച്, യേശു ഏക രക്ഷകനാണ്, അവൻ ഏക സത്യ ദൈവമാണ്, ഇതിനെക്കുറിച്ചുള്ള വ്യാജങ്ങള്, ദുഷിപ്പുകള്, പരിഹാസങ്ങള്, പരദൂഷണങ്ങള് അവനൊരു പ്രളയം പോലെ ഒഴുക്കുകയാണ് തൻ്റെ വായിൽ നിന്ന്. ഈ പ്രളയത്തിൽ, ഈ ഒഴുക്കിൽ അനേകർ പെട്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ ഞാനും നിങ്ങളും നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിശാച് തൻ്റെ വായിൽ നിന്ന് തുറന്നുവിടുന്ന ഈ പരദൂഷണത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കാപട്യത്തിൻ്റെയും നുണയുടെയും ചതിയുടെയും പ്രളയത്തിൽ നമ്മൾ അകപ്പെട്ട് നമ്മൾ ലൗകികരും ജഡീകരുമായി തീരാൻ ഒരുപാട് സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ റൂഹ നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ. ശോയേ, കരമുയർത്തിന്ന് വിളിച്ച് ഒരു 3 പ്രാവശ്യം വിളിച്ച്, ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, 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 ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ എന്തൊക്കെ നുണകളും എന്തൊക്കെ ഏഷണികളും കള്ളത്തരങ്ങളുമാണ്. കർത്താവിന്റെ വചനത്തിനെതിരെ, കർത്താവിന്റെ രാജ്യത്തിനെതിരെ പിശാച് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ എങ്ങോട്ടും പോകണ്ട. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയില്ല. ഇവിടെ എന്താ ഇവിടെ നടക്കുന്നത് സഹോദരങ്ങളെ? ക്രൈസ്തവ വിരുദ്ധതയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മണ്ണിൽ കാണാൻ പറ്റും. ഇന്ന് ക്രൈസ്തവർ എല്ലാവർക്കും ഒരു ആർക്കും വേണ്ടാത്ത ഒരു വസ്തു പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അടുത്ത നാളുകളിൽ പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കേട്ടു. കത്തോലിക്ക സഭയെക്കുറിച്ച്, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പല രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാച് തൻ്റെ വായിൽ നിന്ന് ഒഴുക്കി വിടുന്ന ചില പ്രളയം, അതാണ് വെളിപാട് പുസ്തകം 16:13. നിങ്ങൾ ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. സർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ, തവളകൾ പോലെയുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അന്ത്യനാളുകളിൽ, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, അവസാന നാളുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണിത്. തവളകൾ പോലെയുള്ള 3 അശുദ്ധാത്മാക്കൾ. എന്താണ് ഈ തവളയുടെ പ്രത്യേകത? തവളയുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത് തൻ്റെ നാവാണ്. തൻ്റെ നാവ്. ചുറ്റുപാടുമുള്ള പ്രാണികളെ, അങ്ങനെയുള്ള ജീവികളെ ഈ നാവ് നീട്ടി അത് കടിയിൽപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്ന് പിശാചിന്റെ ശക്തമായ ആയുധം എന്ന് പറയുന്നത് ഈ കള്ളത്തരത്തിന്റെ നാവാണ്, പരദൂഷണത്തിന്റെ നാവ്, ചതിയുടെ നാവ്, നുണപറച്ചിലിന്റെ നാവ്, കാപട്യത്തിന്റെ നാവ്. ഈ നാവ് ഉപയോഗിച്ചാണ് അനേകം ആത്മാക്കളെ ഇന്ന് പിശാച് കെണിയിൽപ്പെടുത്തുന്നത്, അവൻ ചതിയിൽ അകപ്പെടുത്തുന്നത്. ജ്ഞാനത്തിന്റെ ആത്മാവില്ലാത്തവരെ ഈ ചതിയിൽ പെട്ടുപോകും. അതാണ് നാളികേര കൊത്തിന്റെ പുറകെ എലി പോകുന്നത് പോലെ
ഇത് കെണിയാന്ന് മനസ്സിലാക്കാതെ, ഇത് ചതിയാന്ന് മനസ്സിലാക്കാതെ അനേകര് ആ കാണുന്ന ഇമ്പങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ട്, കാണാൻ നല്ല കൗതുകമുണ്ട്, അതിൽ ആകൃഷ്ടരായി പെട്ടുപോവുകയാണ്. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ചില നശ്വരമായ ചില സുഖങ്ങൾക്ക് വേണ്ടി, ഭോഗേച്ഛകൾക്ക് വേണ്ടി തങ്ങൾ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പോലും തള്ളിപ്പറഞ്ഞ്, അവൻ്റെ വചനത്തെ തള്ളിപ്പറഞ്ഞ്, അവൻ്റെ പരിശുദ്ധ സഭയെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം നഷ്ടപ്പെടുത്തി പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഈ നാളുകളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവുള്ളവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ഈ ട്രാപ്പിലൊക്കെ പെട്ടുപോകും. വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ലഭിക്കാൻ. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇന്ന് സഹോദരങ്ങളെ, അവിടെ ഒരുപാട് ചതിക്കുഴികളുണ്ട്. പിശാച് പല ട്രാപ്പുകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമില്ലെങ്കിൽ നമ്മുടെ മക്കള് ഈ ചതിക്കുഴികളിൽ പെട്ടുപോകാൻ എത്ര മാതാപിതാക്കളാ മക്കളെ ഓർത്ത് തകർന്ന് വേദനിച്ച് നൊമ്പരപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കരമുയർത്തി 3 പ്രാവശ്യം നമ്മുടെ മക്കളിൽ കർത്താവിന്റെ വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ് നിറയാൻ മക്കളെ സമർപ്പിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവെ ഒന്ന് വിളിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, ചങ്ക തുറന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സാത്താന്റെ ചതികളെ മനസ്സിലാക്കാൻ ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് അത് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ലൂയിസ് ഡി മോൺഫോർട്ട് എന്താ പറയുന്നത്? നമുക്ക് അതൊന്ന് നോക്കാം. പിശാചുക്കൾ കുടിലതയിൽ അതിനിപുണരായ കള്ളന്മാരാണ്. ഓ ദൈവമേ, ആ വാക്ക് നിങ്ങൾ വായിച്ച്. പിശാചുക്കള് തന്ത്രത്തില്, കാപട്യത്തില്, കുടില ബുദ്ധിയിൽ അതിനിപുണരായ കള്ളന്മാരാണ്. നാം നനച്ചിരിക്കാത്തപ്പോൾ ആയിരിക്കും അവർ നമ്മളെ കൊള്ളയടിക്കുന്നത്. നമ്മളിലുള്ള അഭിഷേകത്തെ, നമ്മളിലുള്ള ആനന്ദത്തെ, നമ്മളിലുള്ള പ്രസാദപരത്തെ നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, നമ്മെ അശുദ്ധരാക്കി, നമ്മളെ മുൻകോപത്തിൽപ്പെടുത്തി, നമ്മൾ അവിശ്വസരാക്കിയിട്ട് ഈ കൃപാവരങ്ങളെ, ഈ പ്രസാദവരങ്ങളൊക്കെ പിശാച് നമ്മിൽ നിന്ന് കൊള്ളയടിക്കുകയാണ്, മോഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് അവൻ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് വരുന്നത്. വീണ്ടും എന്താണ് വിശുദ്ധൻ പറയുന്നത്? അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് അവർ ദിനരാത്രങ്ങൾ കാത്തിരിക്കുന്നു. നമ്മളെ പാപത്തിൽ ഉൾപ്പെടുത്താനേ എത്ര ദിനരാത്രങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പിശാചിന് ഒരു മടിയില്ല സഹോദരങ്ങളെ. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പാപത്തിൽ വീഴ്ത്തിക്കളയാൻ, എന്നെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നമ്മളിലുള്ള അഭിഷേകത്തെ ഇല്ലാതാക്കാൻ, കൃപയെ നഷ്ടപ്പെടുത്തുവാൻ, നമ്മളിൽ വചനത്തെ, പ്രസാദപരത്തെ കൊള്ളയടിക്കാൻ അവൻ പ്രതീക്ഷയോടെ എത്ര ദിനരാത്രങ്ങൾ കാത്തിരിക്കാൻ റെഡിയാണെന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. ആ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മെ വട്ടമിട്ട് നടക്കുന്നു. റാഞ്ചി കഴുകനെ പോലെ പിശാച് വട്ടമിട്ട് നടക്കുകയാണ്. തുടർന്ന് വട്ടമിട്ട് നടക്കുന്നു, നമ്മെ നിരന്തരം വിഴുങ്ങുവാൻ കാത്തിരിക്കുകയാണ്. അവർ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാപം ചെയ്യിപ്പിച്ച് പല വർഷങ്ങൾ കൊണ്ട് നാം നേടിയ കൃപാവരങ്ങളും യോഗ്യതകളും തട്ടിയെടുക്കും. ഈശോയെ കണ്ടു തട്ടിയെടുക്കുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരെ, എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറയണം. നമ്മൾ തട്ടിയെടുക്കുക, മോഷ്ടിക്കുകയാണ്, എന്നിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാണ്. എത്രയോ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി. അന്ത്യകാല പ്രേക്ഷിതരായി കർത്താവ് വിളിച്ചവരാണ്, അവരെ തെരഞ്ഞെടുത്തവരാണ്. ആ തെരഞ്ഞെടുപ്പും വിളിയും മുദ്രയും വിട്ടുകളഞ്ഞ് അവർ ചില സുഖങ്ങൾക്ക് വേണ്ടി, ചില നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോയി. ഇവിടെയാണ് ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനവും
സ്വർഗം നൽകുന്ന ഈ അതിസ്വാഭാവിക കൃപകൾ, അന്ത്യകാല പ്രേക്ഷിതരുടെ വ്യത്യസ്തങ്ങളായ ചൈതന്യത്തിൻ്റെ കൃപകൾ, ഇതൊക്കെ നമ്മളിൽ സൂക്ഷിക്കപ്പെടാൻ നമുക്ക് അമ്മ വേണം. അമ്മ വേണം, അമ്മയുടെ സാന്നിധ്യം വേണം. ഒന്ന് ഉറക്കെ വായിച്ച് നിങ്ങൾ. ദൈവം നൽകുന്ന കൃപാവരങ്ങളും മറ്റമൂല്യ ദാനങ്ങളും സൂക്ഷിക്കുവാൻ നമുക്ക് മറിയം ആവശ്യമാണ്. നമുക്ക് മറിയം ആവശ്യമാണ്. അമ്മയെ കൂടാതെ അത് സാധ്യമല്ല. അന്ത്യകാല പ്രേക്ഷിതരെ, സ്വർഗം നൽകുന്ന അതിസ്വാഭാവിക കൃപകൾ, പ്രസാദവരങ്ങൾ, കൃപാവരത്തിൻ്റെ സമ്പന്നത നമ്മിൽ നിറയപ്പെടണമെങ്കിൽ അമ്മ മാതാവിൻ്റെ സഹായവും സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥവും കൂടിയേ തീരുവെന്ന് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. വലതുകരം എടുത്തിട്ട് 3 പ്രാവശ്യം പറഞ്ഞ ആവേ മരിയ, ഉച്ചത്തിൽ പറഞ്ഞ ആവേ മരിയ, ആത്മനിറവോടെ പറഞ്ഞ ആവേ മരിയ. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടേണ്ടതിന് ആവശ്യകതയാണ്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ അതിൻ്റെ ആവശ്യകതയിൽ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ജ്ഞാനത്താൽ പരിഹരിക്കുവാൻ ഈ ചൈതന്യം നമുക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഉചിതമായ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് ആ പ്രതിസന്ധികളെ പരിഹരിക്കാൻ പറ്റണം. ജ്ഞാനത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ഇത് സാധിക്കൂ. അതൊരു കുടുംബത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മളിന്ന് കാണുന്ന അനേകം പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളുടെ ഒരു പ്രധാന കാരണം എന്താ? നമ്മൾ മാനുഷികമായിട്ട് ഇതെല്ലാം പരിഹരിക്കാൻ നോക്കുകയാണ്. മാനുഷികതയിലാണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ ജ്ഞാനത്താൽ, പരിശുദ്ധാത്മ ജ്ഞാനത്തോടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല, പരാജയപ്പെടുന്നു. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നു, കുടുംബങ്ങൾ താറുമാറാകുന്നു, സഭയിൽ പല പല പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ. എൻ്റെ സഹോദരങ്ങൾ, അതിൻ്റെ ഒരു പ്രധാന കാരണം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലല്ല നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:1. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ശരിയായ തീരുമാനങ്ങൾ എവിടെ എടുക്കുന്നുവോ അവിടെ റിസൾട്ട് ഉണ്ടാകും, അവിടെ ഫലമുണ്ടാകും. ഭൂമിയിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും, ജ്ഞാനം എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ക്രമക്കേടുകള്, ഡിസോർഡറുകള്, ഇതെല്ലാം ജ്ഞാനം കടന്നു വന്ന് അതെല്ലാം ക്രമപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്, പ്രതിബന്ധങ്ങൾ തകർക്കപ്പെടുകയാണ്, പ്രതിസന്ധികൾക്ക് ഉത്തരമുണ്ടാവുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പരിഹാരമുണ്ടാകും, സമാധാനമുണ്ടാകും, ഐക്യമുണ്ടാകും, അവിടെ വളർച്ചയുണ്ടാകും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഓ സ്തുതിക്കുന്നു. രാജാവായ സോളമന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒരു വലിയ കീറാമുട്ടി വിഷയം. ഒരു കുട്ടിയെ ചൊല്ലി 2 സ്ത്രീകൾ വന്നു പറഞ്ഞു, ഈ കുട്ടി എൻ്റേതാണ്. 2 സ്ത്രീകൾ അവകാശപ്പെടുക, ഞാനാണ് ഈ കുട്ടിയുടെ അമ്മ, ഞാനാണ് ഈ കുട്ടിയുടെ അമ്മ. വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ സോളമൻ രാജാവിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ സോളമൻ ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വചനം എല്ലാവരും ഒന്നിച്ച് വായിച്ച്. അവളാണ് അതിൻ്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു. ആ രാജ്യത്ത് ഇസ്രായേൽ ജനത്തിലുള്ള ജനം മുഴുവൻ സോളമൻ രാജാവിനെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. കാരണം ജനത്തിന് മനസ്സിലായി ഇവനിൽ ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്. വലിയൊരു പ്രതിസന്ധി,
മാനുഷികമായി ചിന്തിച്ചാൽ, മാനുഷിക ബുദ്ധിയിൽ ഇടപെട്ടാൽ പരിഹരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കൂടുതൽ വഷളായി പോകുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തെ പരിശുദ്ധാത്മജ്ഞാനത്തിൽ സോളമൻ രാജാവ് അതിനെ കൈകാര്യം ചെയ്തപ്പോൾ കൃത്യമായ തീർപ്പുണ്ടായി. ജനം പറഞ്ഞു, രാജാവിൽ കർത്താവിൻ്റെ ജ്ഞാനമുണ്ട്. രാജാവിൻ്റെ ആ മാന്യതയും രാജാവിനോടുള്ള ആദരവും ജനത്തിന് വർദ്ധിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ സമർപ്പിതർക്ക്, വന്യവൈദികർക്ക്, സഭയിലുള്ള സഭാ നേതൃത്വത്തിനൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവ് അധികമായി ഉണ്ടാകണം. എനിക്ക് പഴയ നിയമത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനാണ് ജോഷുവ പ്രവാചകൻ. ജോഷുവയുടെ ജീവിതമെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന കാര്യമുണ്ട്. ജോഷുവ പ്രവാചകന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുസരണക്കേടുകളോ കർത്താവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളോ ജോഷുവ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുന്നില്ല. അതിനൊരു പ്രധാന കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ദൈവജനത്തിന്റെ മുൻപിൽ കടന്നു വന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പ്രവാചകനായ ജോഷുവ പരിഹരിച്ചത് മാനുഷിക ബുദ്ധിയിലല്ല, തൻ്റെ അനുഭവജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ താൻ പഠിച്ചു വെച്ച ചില മാനുഷികമായ ആശയങ്ങൾ കൊണ്ടല്ല. ദൈവജനത്തിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ജോഷുവ പ്രവാചകൻ പരിഹരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലാണ്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ മാനുഷികമായ ബുദ്ധി കൊണ്ട് പല പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ നോക്കിയാൽ അത് പരിഹരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വഷളായി പോകുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ചെറിയ വിഷയമായിരുന്നു, ആ കുടുംബം തകർന്നു പോയി. എന്താ കാരണം? കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ശരണപ്പെടാതെ മാനുഷികമായിട്ടുള്ള ഇടപെടലുകളും അങ്ങനെയുള്ള സംസാരങ്ങളും രീതികളും വന്ന് അത് വഷളായി അവസാനം ആ കുടുംബം നശിച്ചു പോവുകയാണ്. എത്ര കുടുംബങ്ങൾ ഇതുപോലെ തകർന്നു. അത് സഭയിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും ആത്മീയ കൂട്ടായ്മകളിലാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ പ്രതിസന്ധികളെ പരിഹരിക്കുന്നവരാകണം അന്ത്യകാല പ്രേക്ഷിതർ. ജോഷുവ പ്രവാചകനെ കുറിച്ച് എന്താ വചനം പഠിപ്പിക്കുന്നത്? നിയമാവർത്തന പുസ്തകം 34 അധ്യായം 9 വചനം. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു പ്രവാചകനായ ജോഷുവ. ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡത്തിലൂടെയാണ് ഓരോ പ്രതിസന്ധിയെയും ജോഷുവ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവജനത്തിന് വിജയമുണ്ടായി, ദൈവജനത്തിന് നന്മയുണ്ടായി, ദൈവജനത്തിന് അഭിവൃദ്ധി ഉണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് നന്മ വേണോ? നമ്മുടെ കൂട്ടായ്മകൾക്ക് വളർച്ച വേണോ? നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകണമോ? അതിനുള്ളൊരു പ്രധാന വഴി എന്താ? ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ ഞാനും നിങ്ങളും കർത്താവിനെ ആശ്രയിക്കണം. വേറെ ഒരു കുറുക്ക് വഴിയില്ല സഹോദരങ്ങൾ, കുറുക്ക് വഴികളില്ല. കുറുക്ക് വഴികൾ പലത് അപകടങ്ങളാണ്. നൂനിന്റെ പുത്രനായ ജോഷുവയുടെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പോവുക വിശ്വാസ യാത്രയാണ്. മുൻപിൽ ഇതാ ജോർദാൻ നദി. ആ കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകിയ ജോർദാൻ നദി അതെങ്ങനെ ക്രോസ് ചെയ്ത് മറികടന്ന് അപ്പുറത്തേക്ക് പോകും? മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മജ്ഞാനത്താൽ ആ പ്രതിസന്ധിയെ പരിഹരിക്കുവാനുള്ള വെളിച്ചം ജോഷുവ പ്രവാചകന് ലഭിക്കുകയാണ്. ജോഷുവയുടെ പ്രവചനം 3 അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3 അധ്യായത്തിൽ കാണാൻ പറ്റും. ആ വാഗ്ദാന പേടകം പിടിച്ച് പുരോഹിതന്മാർ
ജോർദാൻ നദിയുടെ വെള്ളത്തിൽ കാലുകുത്തുക. ഇത് ജോഷുവിനെ ചിന്തിച്ച് പെരുക്കി കണ്ടെത്തിയൊരു ഫോർമുലയല്ല. ഇത് പരിശുദ്ധാത്മാവ് നൽകിയ ആലോചനയാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. നമുക്കിന്നില്ലാതെ പോകുന്നത് ഇതല്ലേ സഹോദരങ്ങളെ? എവിടെയാണ് നമുക്കിതിനൊക്കെ നേരം? കർത്താവിനെ ആശ്രയിക്കുവാനും ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ പ്രതിസന്ധികളെ പരിഹരിക്കുവാനും നമ്മൾ ഇന്ന് പരിശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ മസിൽ പവറും നമ്മുടെ ബ്രെയിൻ പവറും നമ്മുടെ മാനുഷികമായ ചില കഴിവുകൾ വെച്ച് നമ്മൾ പലതും പരിഹരിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ അത് വഷളായി പോവുകയാണ്. എൻ്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. എത്ര കുടുംബങ്ങൾ ഇന്ന് താറുമാറായിപ്പോയി. വേദനയുണ്ട് സഹോദരങ്ങളെ. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണ് ഡിവോഴ്സിലേക്ക് പോയത്. കുടുംബങ്ങളെ പിശാച് നശിപ്പിച്ച് തകർത്ത് കളയുന്നൊരു കാലം. എത്ര ബന്ധങ്ങൾ താറുമാറാകുന്നു. നിസ്സാര കാര്യങ്ങളെ പ്രതി പല ബന്ധങ്ങളും മുറിഞ്ഞു പോയത്. ജോർദാൻ നദി മറികടക്കുകയാണ്. വീണ്ടും 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ജോഷ പ്രവചനം, അവിടെ ജെറീക്കോ മതില് നിൽക്കുക. വളരെ ശക്തമായൊരു കോട്ട, മതില്. ഇത് എങ്ങനെ നിലംപതിക്കും? എളുപ്പമല്ലത്. പക്ഷെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൽ ജോഷയ്ക്ക് മനസ്സിലായി. കർത്താവിൻ്റെ റൂഹ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെങ്ങനെ ഓരോ പ്രാവശ്യം വലം വയ്ക്കണം. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുന്നമേ പോകണം. കാഹളം ഊതണം. 7-ാം ദിവസം നിങ്ങൾ 7 പ്രാവശ്യം ഈ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ വലം വയ്ക്കണം. അതിനുശേഷം നിങ്ങൾ ഷൗട്ട് ചെയ്യണം, നിങ്ങൾ അട്ടഹസിക്കണം. എന്ത് പൊട്ടത്തര ഇതൊക്കെ! ഇന്നത്തെ ആധുനിക മനുഷ്യന്മാർ ഇതിനൊക്കെ ഭ്രാന്ത് എന്നല്ലാതെ വേറെ എന്താ പറയാ? അതേ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ ലൗകിക മനുഷ്യന് സാധിക്കില്ല എന്ന് സെന്റ് പോൾ പറയാ. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. അതിന് നമുക്ക് ഒരു എളിമ വേണം, താഴ്മ വേണം. സഹോദരങ്ങളെ, ഷൗട്ട് ചെയ്താൽ ഇത്രയും വലിയ കോട്ട എങ്ങനെ നിലംപതിക്കും? ഇമ്പോസിബിളായ കാര്യം, തനി പൊട്ടത്തരം. ലോക ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. ഇതെങ്ങനെ വിശ്വസിക്കും? പക്ഷെ ജോഷിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്താ? അവൻ ആശ്രയിച്ചത് കർത്താവിലാണ്. അവൻ കർത്താവിന്റെ ശബ്ദം കേട്ടു, കർത്താവിന്റെ ആത്മാവ് നൽകിയ ആലോചന സ്വീകരിച്ചു. കർത്താവിന്റെ വിസ്ഡം അവനെ നയിക്കുകയാണ്. കർത്താവിന്റെ വിസ്ഡത്തിലാണ് അവൻ മുന്നോട്ട് പോയത്. ഓ ജീസസ്! എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ റൂഹ പറഞ്ഞതുപോലെ ഷൗട്ട് ചെയ്തപ്പോൾ ഇതാ കോട്ട നിലംപതിച്ചു, മതില് പൊളിഞ്ഞു വീണു. ഇസ്രായേൽ ജനം ഇരച്ച് കയറുകയാണ്, ജെറീക്കോ പിടിച്ചെടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വലിയ പ്രതിസന്ധി എങ്ങനെയാണ് ജോഷുവ പരിഹരിച്ചത്? ജ്ഞാനത്തിന്റെ ആത്മാവിലൂടെയാണ്. നമ്മൾ ഓരോ ഇൻസിഡന്റ് നോക്ക്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം അവരെ ഗൈഡ് ചെയ്യുന്നു. ആ വിസ്ഡത്തിൽ അവരെല്ലാം നിറയുന്നു. ഇന്ന് നമുക്ക് ആവശ്യം ഇതാണ്. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ വിസ്ഡം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ വിസ്ഡം നമ്മളെ വളർത്തും. കർത്താവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ സംരക്ഷിക്കും, നമ്മളെ വളർത്തും, നമ്മളെ ഉയർത്തും, നമ്മളെ പരിപാലിക്കും. നമുക്ക് വേണ്ടതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം പ്രദാനം ചെയ്യും. സംശയമുണ്ടോ നിങ്ങൾക്ക്? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണിക്കുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ ആടിയുലയാണ്. രക്ഷപ്പെടാമെന്നുള്ള ചിന്ത അവർ വിട്ടുകളഞ്ഞു. കാരണം ദിവസങ്ങളായിട്ട് സൂര്യചന്ദ്രന്മാരെ കാണുന്നില്ല. കൂരാകൂരി ഇരുട്ട് നടുകടലിൽ ഈ കപ്പൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഏത് സമയത്തും മുങ്ങിപ്പോകും. പക്ഷെ കർത്താവിൻ്റെ ജ്ഞാനത്താൽ, പരിശുദ്ധാത്മ ജ്ഞാനത്താൽ പൗലോസ് ഒരു മെസ്സേജ് പറയാണ്. അവിടുത്തെ ആ സഹസ്രാധിപനോടും
ആ കപ്പലുമായി ബന്ധപ്പെട്ട അധികാരിയോട് പറയാണ്. അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായം 30-31 വചനങ്ങളാണ്. എന്താണ് സെന്റ് പോൾ പറയുന്നത്? നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കപ്പലിന്റെ അണിയത്തു നിന്ന് നങ്കൂരമിറക്കാൻ എന്ന വ്യാജേനെ തോണി കടലിൽ ഇറക്കി. പൗലോസ് ശതാധിപനോടും ഭടന്മാരോടുമായി പറഞ്ഞു, ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇത് മാനുഷിക ബുദ്ധിയിൽ പറഞ്ഞ കാര്യമല്ല. പൗലോസ് പഠിച്ചു വെച്ച ആ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടല്ല പൗലോസ് ഇത് പറഞ്ഞത്. ഇത് ജ്ഞാനത്തിന്റെ ആത്മാവിലാണ്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ സാഹചര്യങ്ങളെ വിവേചിച്ചുകൊണ്ട് സെന്റ് പോൾ പറയുകയാണ്, നിങ്ങൾ അബദ്ധം കാണിക്കരുത്, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. ഈ കപ്പലിൽ നിന്ന് ആരും രക്ഷപ്പെട്ടു പോകരുത്, പോയാൽ അപകടമാണ്. ഈ കപ്പൽ യാത്ര തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ജ്ഞാനത്തിന്റെ ആത്മാവിൽ ഈ വലിയ അപകടം പൗലോസ് തിരിച്ചറിഞ്ഞ് അത് ശതാധിപനെയും ആ കപ്പലുടമയെയും പൗലോസ് ഈ കാര്യം അറിയിച്ചതാണ്. 27-ന്റെ 10 കൂടി ഇത് വായിച്ച് പെട്ടെന്ന്. മാന്യരേ, നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവനു തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എങ്ങനെ കണ്ടത്? ഇറ്റ്സ് എ പ്രൊഫറ്റിക് വിഷൻ. അതൊരു പ്രവാചക ദർശനമാണ്. പരിശുദ്ധാത്മാവ് സെന്റ് പോളിന്റെ കണ്ണുകളെ തുറക്കുകയാണ്. ആത്മീയ നയനങ്ങൾ പൗലോസ് കാണുകയാണ്. ലൈവായിട്ട് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ടി വിയൊക്കെ ലൈവായി കാണുന്നത് പോലെ പൗലോസിലേക്ക് ലൈവായിട്ട് കാണുകയാണ്. ഈ കപ്പലിന് അപകടം വരുന്നു, വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നു. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ യാത്ര തുടരരുത്. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതെങ്ങനെയാ പൗലോസിലേക്ക് അറിയുന്നത്? അതാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഇന്ന് നമുക്ക് ആവശ്യം, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതാണ് ആവശ്യം. മാതാപിതാക്കൾക്ക്, ബഹുമാനപ്പെട്ട സമർപ്പിതർക്ക്, വന്യവൈദികർക്ക്, തിരുസഭയുടെ നേതൃത്വത്തിനൊക്കെ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും 25-26 വചനം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്താ പറയുന്നത്? അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. ഇതും ജ്ഞാനത്തിലൂടെ കിട്ടുകയാണ്. നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്നോട് എൻ്റെ ദൈവം പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. അവരെ ആശ്വസിപ്പിക്കുകയാണ് പൗലോസ്ലീഹ. നിങ്ങൾ അസ്വസ്ഥരാകരുത്. അവസാനം പറഞ്ഞു, നമ്മളൊരു ദ്വീപിൽ ചെന്ന് പറ്റും. അത് മാൾട്ട ദ്വീപായിരുന്നു. നമ്മളൊരു ദ്വീപിൽ ചെന്ന് പറ്റും. കൃത്യജ്ഞാനത്തിൽ പൗലോസ് അത് വിവേചിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ ഗൈഡ് ചെയ്യുന്നു, നമുക്ക് കൃത്യമായ ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ തരുന്നു, നമ്മളെ വളർത്തുന്നു, നമ്മളെ പരിപാലിക്കുന്നു. എത്ര അനുഗ്രഹപ്രദമാണ്. അന്ത്യകാല പ്രേക്ഷിതർ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരാണ്. അവരുടെ പ്രധാന ചൈതന്യം സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ്. നമ്മുടെ അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ ആൾ രൂപമാണ് പരിശുദ്ധ മറിയം. അമ്മയെ സ്നേഹിക്കുന്നവർക്ക്, അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അമ്മയുടെ വിശ്വസ്തരായ മക്കൾക്ക് ഈ ജ്ഞാന ചൈതന്യം പരിശുദ്ധത്വം പകർന്നു കൊടുക്കും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഈ 23-ാം ദിനത്തിലെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടിയാണ്. സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിലെല്ലാം ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രബലപ്പെടുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. ഒപ്പം സഹോദരങ്ങളെ, 1-2 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 30-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വെള്ളിയാഴ്ച 5 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഡുനാമിസ് പവർ റിട്രീറ്റ്, പരിശുദ്ധാത്മാവിൻ നമ്മൾ എംപവർ ചെയ്യപ്പെടേണ്ടത്, ശക്തീകരിക്കപ്പെടേണ്ടതിൻ്റെ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സമർപ്പിത ജീവിതം പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെടേണ്ടതിൻ്റെ ഒരു വലിയൊരു ആവശ്യകതയും ആ ഒരു അനുഭവവും സ്വർഗം നമുക്ക് തരുന്ന ഒരു ധ്യാന ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ റിട്രീറ്റ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ ശക്തിയിലും അഭിഷേകത്തിലും കർത്താവിനും
സഭയ്ക്കുമായി ഉജ്ജ്വലിക്കുവാൻ സ്വർഗം നമ്മെ വിളിക്കുകയാണ്. അതിന് ഫോൺ നമ്പറെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ നമുക്ക് വെബ്സൈറ്റിൽ നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും കുടുംബമായി ഇത് കാണുന്ന എൻ്റെ സമർപ്പിതരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ അല്പം ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളതൊന്ന് മാറ്റിവെച്ച് സാധിക്കുന്നവരെല്ലാം ഈ ധ്യാന ശുശ്രൂഷ ഒന്ന് പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമല്ല, വലിയൊരു ബ്ലെസ്സിങ് ആകും. കഴിഞ്ഞ ഡിസംബറിൽ ഈ ഡുനാമിസ് പവർ റിട്രീറ്റ് നടത്തി അനേകർക്ക് അത് അനുഗ്രഹമായി. നമ്മൾ ഡിവൈനിൽ വെച്ച് നടത്തേണ്ട കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ വേണ്ടിയാണ്. സാധിക്കുന്നത് പോലെ നിങ്ങൾ പങ്കെടുക്കണം. നമുക്ക് ഒരുമിച്ച് നമുക്കവിടെ കാണാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് വചനം കേൾക്കാം, ഈശോയെ ആരാധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ നവമായ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാം. ഹല്ലേലൂയ. രണ്ടാമതായി സഹോദരങ്ങളെ, ഷെക്കന ന്യൂസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രാർത്ഥന ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു വലിയ യുദ്ധത്തിലാണ് നമ്മൾ, ഒരു യുദ്ധമുഖത്താണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്കിത് നിലനിർത്തുവാനും യുദ്ധം വിജയിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമുക്കറിയാം പലവിധ ശക്തികളോടാണ്. എൻ്റെ സഹോദരങ്ങളെ, മാനുഷികമായ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടൊന്നും നമുക്ക് ഇതിന് മറികടന്നു പോകാൻ പറ്റത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ശക്തിയും കൂടിയേ തീരൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു സ്വർഗസ്വനായ ഈ മാധ്യമ ശുശ്രൂഷയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത് സഭയ്ക്കും പൊതുസമൂഹത്തിനും അനുഗ്രഹമായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം കഴിയുന്ന പോലെ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. സഹോദരങ്ങൾ, നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, അത് മുന്നോട്ട് പോകുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു സമയം വളരെ ഞെരുക്കത്തിൻ്റെ സമയം കൂടിയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ അനുദിന കാര്യങ്ങൾ നടന്നു പോകാൻ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പരസ്യങ്ങളോ മറ്റു വരുമാനങ്ങളിലോ മറ്റു വലിയ ഓർഗനൈസേഷനോ ഒന്നുമല്ല, സാധാരണക്കാരാണ്. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരിലൂടെയാണ് ഈ ശുശ്രൂഷ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉണർത്തുന്നുണ്ട്. നിങ്ങൾ സഹായിക്കണം. ഈ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ നിലനിർത്തണം. നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഓർക്കണമേ, ഇവിടെ 24 മണിക്കൂറും ആരാധനയുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും യേശു അനുഗ്രഹിക്കട്ടെ. നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ മധ്യേ വരുന്ന സമയം. ഹല്ലേലൂയ. മൈറ്റി ലോർഡ്, മൈറ്റി ലോർഡ്, മൈറ്റി ലോർഡ്. ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ, ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ, ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ജീവിക്കുന്ന ദൈവമേ, യേശുവേ ജീവനുള്ള ദൈവമേ, ആരാധന. അങ്ങിൽപോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, സർവസ്വം. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധിക്കുന്നു.
യേശുവേ സർവാധിപനെ സർവശക്തനെ ഞങ്ങളെ ആരാധിക്കുന്നു. Worship Lord. ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ ഈശോയെ നമ്മൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് രാജാതി രാജാവായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവിധ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഈശോയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇരുകരങ്ങളാൽ താരിയിലേക്ക് തുറന്നു പിടിക്കുക. എല്ലാവരും കരങ്ങൾ തുറന്നു പിടിക്കുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകായിരങ്ങളിലേക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് ഒഴുകപ്പെടുന്ന സമയമാണ്. ഒരു നദി പോലെ ജ്ഞാന ചൈതന്യത്താൽ അനേകരെ സ്വർഗം പൂരിതമാക്കുന്ന കൃപയുടെ മണിക്കൂറാണിത്. ഈശോയെ 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 ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ വചനത്തിലൂടെ കണ്ടു. ഞാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി. നമ്മൾ കർത്താവിനെ വിളിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ നാമം വിളിക്കുകയാണ്. ആ നാമത്തിന് അത്ഭുത ശക്തിയുണ്ട്. ആ നാമത്തിന് അത്ഭുത അഭിഷേകമുണ്ട്. ആ നാമത്തിൽ അത്ഭുത വിമോചനമുണ്ട്. ആ നാമത്തിൽ അനന്തമായ ജ്ഞാനമുണ്ട്. ഈശോയെ 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 ഹൃദയം തുറന്ന് ചങ്ക തുറന്ന് വിളിക്കുക സഹോദരങ്ങളെ. ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയുവാൻ വേണ്ടി, ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയുവാൻ വേണ്ടി കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് അതരം തുറന്ന് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് യേശു നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ജ്ഞാന ചൈതന്യം നൽകണമേ. ജ്ഞാനത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക്, സമർപ്പിത കൂട്ടായ്മകളിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആദരം തുറന്ന് കരമുയർത്തി പിടിച്ച് യേശുവേ, ജീവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പവർ പവർ പവർ. ജ്ഞാനം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, ജ്ഞാനത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ ഈശോ. ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ നിറയണമേ നിറയണമേ. ജ്ഞാനത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയട്ടെ. കുടുംബ തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ, കുടുംബ അസ്വസ്ഥകൾ, കുടുംബങ്ങളിലുള്ള വിള്ളലുകൾ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഇപ്പോൾ ഈ സമയം പരിഹരിക്കപ്പെടട്ടെ. കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് പിടിച്ച് ജ്ഞാനത്തിന്റെ ആത്മാവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നമ്മുടെ തലമുറകളെ സമർപ്പിച്ച്
കൂട്ടായ്മകളെ സമർപ്പിച്ച്, സമർപ്പിത ഭവനങ്ങളെ സമർപ്പിച്ച് അവിടെയെല്ലാം ജ്ഞാനത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ, സാത്താന്റെ ചതികളെ മനസ്സിലാക്കുവാൻ, പ്രതിസന്ധികളെ ജ്ഞാനത്താൽ പരിഹരിക്കുവാൻ. ഓ ജീസസ്, ദൈവിക ആലോചനകളാൽ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരണമേ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് 10,000ങ്ങളിലേക്ക് ജ്ഞാന ചൈതന്യം ഒഴുകുന്നു. കരമേൽത്തി വിളിക്കുന്നു ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. അന്ത്യകാല പ്രേക്ഷിതരുടെ പ്രധാന ചൈതന്യം ജ്ഞാനത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. സഹോദരങ്ങളെ, ഈ ജ്ഞാനത്തിന്റെ മുദ്ര നമ്മളിൽ പ്രകാശിതമാകട്ടെ. ഈ അന്ത്യനാളുകളിൽ, അവസാന നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ ദൈവജനം വളരെയധികം സ്വന്തമാക്കേണ്ട സ്വർഗീയ ആയുധമാണ് ജ്ഞാനം, ജ്ഞാനത്തിന്റെ ആത്മാവ്. സഹോദരങ്ങളെ, പരസ്പരം കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, കൈകൾ പരസ്പരം കോർത്തു പിടിക്കുകയാണ് നമ്മൾ. ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങൾ കോർത്തു പിടിക്കുക. എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ച്, മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാർ സഹോദരി സഹോദരൻ കോർത്തു പിടിക്കുക, കോർത്തു പിടിക്കുക. ഇതാ ഒരു നദി പോലെ ജ്ഞാനത്തിന്റെ അരൂപി വ്യാപരിക്കുകയാണ്, വ്യാപരിക്കുകയാണ്. ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം, കർത്താവ് പ്രവർത്തിക്കുന്ന സമയം. അന്ത്യകാല പ്രേക്ഷിതർ ആ വരികൾ നമ്മൾ ചേർന്ന് പാടുകയാണ്, ആ വരികൾ ചേർന്ന് പാടുകയാണ്. കർത്താവേ, ഈ മുദ്ര തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അന്ത്യകാല പ്രേക്ഷിതരുടെ മുദ്ര തന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ജ്ഞാന ചൈതന്യത്താൽ മുദ്ര ചെയ്യണമേ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ മുദ്ര ചെയ്യണമേ. കരങ്ങൾ കോർത്തു പിടിച്ച് അന്ത്യകാല പ്രേക്ഷിത, യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിന ഇറങ്ങിടുക സോദരേ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കരങ്ങൾ കോർത്തു പിടിച്ച് തന്നെ നമ്മുടെ മക്കളെ സമർപ്പിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ പിശാച് അനേകം ചതിക്കുഴികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ, നമ്മുടെ മക്കളെ അപായപ്പെടുത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ അനേകം ചതിക്കുഴികൾ പിശാച് ഒരുക്കുന്നു. നമ്മുടെ മക്കൾ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ, അവർ അന്ത്യകാല പ്രേക്ഷിതരായി കർത്താവിന് സഭയ്ക്കുമായി പ്രശോഭിതരാകുവാൻ. എന്റെ സഹോദരി സഹോദരങ്ങളെ, കാര്യങ്ങൾ കോർത്തു പിടിച്ച് ഈ വരികൾ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹം, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്പിരിറ്റ് മൂവ്, ആത്മാവേ വ്യാപരിക്കുക, വ്യാപരിക്കുക, വ്യാപരിക്കുക. കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കരങ്ങൾ കൂപ്പി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങയെ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങേക്കെതിരെ നിന്ന
എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിന്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. ആമേൻ. എന്റെ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആശീർവാദത്തിന് തൊട്ടു മുൻപ് നമുക്കിനി 10 ദിനങ്ങളാണ്. ഇനിയുള്ള ദിനങ്ങളിൽ എല്ലാ ശുശ്രൂഷകളിലും കുടുംബമായി നിങ്ങൾ പങ്കെടുക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നമ്മുടെ കുടുംബങ്ങളും ജീവിതങ്ങളും തലമുറകളും കൂട്ടായ്മകളെല്ലാം നമ്മുടെ സഭ മുഴുവനിലും ഈ ഒരു ചൈതന്യം കത്തിപ്പടരുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും സാന്നിധ്യവും ഈ ശുശ്രൂഷയ്ക്കായി ചോദിക്കുകയാണ്. ഒപ്പം ജൂലൈ 30 മുതൽ ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ അഭിവന്യ പിതാക്കന്മാരും വന്യവൈദികരും ടീം ഒന്നിച്ച് അവിടെ വരികയാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിതരും വന്യവൈദികരൊക്കെ പറ്റുമെങ്കിൽ കുടുംബങ്ങൾ ഒന്നിച്ചു വന്ന് പങ്കെടുക്കുക. നമുക്കറിയാം ക്ലാസ് ടൈമാണ്, തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും 5 ദിവസം കർത്താവിനായിട്ട് കൊടുക്കുക. പരിശുദ്ധാത്മ ശക്തിയിൽ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി കർത്താവിന് സഭയ്ക്കുമായി ഉണരുവാനായിട്ട് നിങ്ങളേവരെയും ആ ധ്യാനത്തിൽ വിളിക്കുകയാണ്. നമുക്കൊന്നിച്ച് അവിടെ കാണാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാം, കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കാം. ഒപ്പം നിങ്ങൾ ഷെക്കനോസി മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നിങ്ങൾ കരങ്ങൾ നീട്ടണം, കരങ്ങൾ വിരിക്കണം. ശുശ്രൂഷ ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നിങ്ങൾ പലരും ഒത്തിരി സ്നേഹത്തോടെ സഹായിക്കുന്നുണ്ട്. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒപ്പം ഇനി നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇത് നിലനിന്ന് പോകണം. ഇതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായി നിങ്ങൾ കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക സഹായങ്ങൾ തന്നും അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവെച്ചും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാകണം. നിങ്ങളെല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ആശീർവദിക്കുന്ന സമയം നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന ഈശോയേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, വിശുദ്ധീകരിച്ച കർത്താവേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകർന്ന കർത്താവേ, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ ഞങ്ങളെ മുദ്ര ചെയ്ത കർത്താവേ, നന്ദി 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 ഈശോയെ, നന്ദി ഈശോയെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റാൻ സഹനത്തീയിൽ വെന്തുരുകി പാകമായവർ ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ കാലമേറയില്ല കാന്തൻ വന്നിടുവാനായി അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ